കൊല്ലത്തെ ചവറയിൽ നിന്നൊരു വാർത്ത വരുന്നു. കൊല്ലത്തെ ചവറയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ലക്ഷങ്ങൾ വെട്ടിച്ചു ജീവനക്കാർ. അത് ശരി, വേലി തന്നെ വിളവ് തിന്നു. വനിതാ ജീവനക്കാരിയായ ബില്ലിംഗ് സ്റ്റാഫിനും സെക്യൂരിറ്റിക്കുമെതിരെ കേസ്. അത് വല്ലാത്തൊരു കോംബോയാണല്ലോ. ബില്ലുകളിൽ ക്രമക്കേട് വരുത്തി 25 ലക്ഷം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. നമുക്ക് ചില ദൃശ്യങ്ങളൊക്കെ കാണാം. സെക്യൂരിറ്റി ജീവനക്കാരനുണ്ട്, ബില്ലിങ്ങിന് നിൽക്കുന്ന ചേച്ചി അങ്ങനെ ക്രമക്കേട് നടത്തി സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. എന്നാലും ദൃശ്യങ്ങളുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. കേസെടുത്തിരിക്കുന്നു. ചവറയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ലക്ഷങ്ങൾ വെട്ടിച്ചിരിക്കുകയാണ്. ബില്ലിംഗ് സ്റ്റാഫ്, ഒപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാരൻ, ഇവർ രണ്ടുമാണ് പ്രധാനപ്പെട്ട പ്രതികളെന്ന് മനസ്സിലാക്കുന്നു. കേസെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്രതികരണമുണ്ട്, കേൾക്കാം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ നമ്മളവിടെ ഇപ്പോൾ നിൽക്കുന്നതാണ്. വളരെ വിശ്വസ്തയാണെന്ന് നമ്മൾ വിശ്വസിച്ച ഒരു കുട്ടിയാണ്. ഈ 3 വർഷം കൊണ്ട് അവർ എടുത്ത ഒരു കണക്കാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 25 ലക്ഷം രൂപ അവർ സമ്മതിച്ചിട്ടുണ്ട്. ഏകദേശം 2500 മുകളിലോട്ട്, ചില ദിവസങ്ങളിൽ 5000 രൂപയൊക്കെ അവർ എടുത്തിട്ടുണ്ട്. ഈ പൈസ സെക്യൂരിറ്റിയുമായിട്ട് ചേർന്ന് അവർ വിധിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇയാളുടെ കയ്യിൽ പൈസ കൊടുക്കുന്നു, ആ പൈസ ഇവർ പോകാൻ നേരത്ത് ഒന്നുകിൽ ഗൂഗിൾ പേ വഴി കൊടുക്കുന്നു, അല്ലെങ്കിൽ ചേഞ്ചായിട്ട് അവർ ഷെയർ ചെയ്തെടുക്കുന്നതായിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവം. ജയശങ്കർ, ഞെട്ടിക്കുന്ന കാര്യമാണ്. സൂപ്പർ മാർക്കറ്റിൽ 3 വർഷമായിട്ട് വിശ്വസ്തയായിട്ട് നിർത്തിയിരുന്ന യുവതിയാണ് ഈ പണി കൊടുത്തത്, ഒപ്പം സെക്യൂരിറ്റി സ്റ്റാഫും. അതൊരു വല്ലാത്ത കോംബോയാണ്. എങ്ങനെയാണ് ഇവർ ഈ പണം തട്ടിയെടുത്തത്? ആ ഓപ്പറേഷൻ, നമ്മൾ പറയല്ലോ മൊഡസ് ഓപ്പറാൻഡി, അതെങ്ങനെയായിരുന്നു? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഈ ബില്ലിംഗ് സ്റ്റാഫ് ആതിരയും സെക്യൂരിറ്റി ജീവനക്കാരൻ സന്തോഷം ചേർന്നാണ് ഈ 2025 ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് ഉള്ള കാലഘട്ടം വരെ 25 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്ന് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചവറ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന FIR പ്രകാരം ഇവർ ബില്ലുകളിൽ തിരിമറി നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 25 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്ന് പ്രാഥമികമായി പോലീസ് പറയുന്നത്. ഈ കടക്കാരോടൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. അവർ പറയുന്നത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയൊക്കെ നോക്കുമ്പോൾ ശരാശരി ഒരു ദിവസം 2500 രൂപ വരെ ഈ സ്ത്രീ കൗണ്ടറിൽ നിന്ന് തട്ടിയിട്ടുണ്ട്. അത് ഈ സെക്യൂരിറ്റി ജീവനക്കാരുമായി പങ്കുവച്ചു. ഈ ബില്ലുകളിലൊക്കെ കൃത്രിമം നടത്തി, അതായത് ബില്ലടിക്കുന്ന സമയത്ത് ബില്ല് ചോദിക്കാത്ത ആളുകൾക്ക് ബില്ല് കൊടുക്കില്ല. അങ്ങനെ ആ അടിക്കാത്ത ബില്ലുകളുടെ ക്വാണ്ടിറ്റി കുറച്ച് കാണിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാധനം കൊടുത്തില്ല എന്ന രീതിയിൽ വരും. അങ്ങനെ ഇവർ നിരന്തരമായി പണം തട്ടുകയായിരുന്നു. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും. കാരണം ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത് മുതൽ ഇവർ ജീവനക്കാരിയാണ്. അതുകൊണ്ട് തന്നെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. കടയുടമ വലിയ തിരക്കായതിനാൽ പലപ്പോഴും സ്റ്റോക്കൊക്കെ ചെക്ക് ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. അപ്പോൾ ഈയിടെയായി ചില സംശയം ഈ ജീവനക്കാരിയിൽ തോന്നി, ഇവരുടെ ഇടപാടുകളിൽ തോന്നി. ആ ഘട്ടത്തിലാണ് CCTV പരിശോധിക്കുകയും സ്റ്റോക്കുകളിൽ പരിശോധന നടത്തുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ വലിയൊരു തിരിമറി കടയുടമ കണ്ടെത്തിയത്. ഉടൻ തന്നെ ചവറ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്തായാലും വലിയ വിശ്വാസം ഈ ജീവനക്കാരിയിൽ ഈ കടയുടമയ്ക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ആ വിശ്വാസമാണ് അവരെന്തായാലും തകർത്ത് ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടത്തിയത്. ഇങ്ങനെ ഈ കടയിലെ ചേഞ്ചൊക്കെ മാറ്റാൻ സെക്യൂരിറ്റിയുടെ അടുത്ത് കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെ സെക്യൂരിറ്റി 10,000 രൂപയുടെ ചേഞ്ച് മാറ്റാനാണ് കൊടുക്കുന്നതെങ്കിൽ സെക്യൂരിറ്റി ഈ സ്ത്രീ ഇരിക്കുന്ന കൗണ്ടറിൽ മാത്രം 5000 കൊടുക്കും. ബാക്കി 5000 ഇവർ തട്ടും. അങ്ങനെയാണ് ശരാശരി 2500 രൂപ വെച്ച് 2025 ഏപ്രിൽ മുതൽ 25 ലക്ഷത്തിന് രൂപ തട്ടി എന്നാണ് പോലീസിന്റെ FIR. പക്ഷേ ഇനി പരിശോധന തുടരുകയാണ്. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ എമൗണ്ട് പോയിട്ടുണ്ടാകാം. കാരണം ഈ സൂപ്പർ മാർക്കറ്റ് ചവറയിൽ തുടങ്ങിയ മുതൽ ഇവരുണ്ട്. വലിയ കച്ചവടം നടക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഉടമ ഈ ജീവനക്കാരെ കുറച്ചധികം വിശ്വസിച്ചു. അങ്ങനെ വലിയ ഓഡിറ്റൊന്നും നടത്തിയിരുന്നില്ല. പക്ഷേ സംശയം തോന്നിയപ്പോഴാണ് ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയറും സ്റ്റോക്കും ഒക്കെ പരിശോധിച്ചു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ വലിയൊരു തട്ടിപ്പ് എന്തായാലും പുറത്തായിട്ടുള്ളത്. എന്തായാലും കയ്യോടാ തട്ടിപ്പ് ഇദ്ദേഹം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. അമ്പട കള്ള, അമ്പട കള്ളി എന്ന് പറയേണ്ടി വരും അല്ലേ? ഒടുവിൽ അവർ സമ്മതിച്ചു. ഓരോ ദിവസം പോകുന്നതോറും 2500 രൂപ 5000 രൂപയൊക്കെ ഈ സെക്യൂരിറ്റി ജീവനക്കാരന് കൊടുക്കും. സെക്യൂരിറ്റി ജീവനക്കാർ ഗൂഗിൾ പേ ആയിട്ട് കൊടുത്തിട്ട് തട്ടിപ്പ് നടത്തുന്ന സംഘമാണ്. എന്നാലോചിച്ച് നോക്കൂ. നമ്പാതെ ഇങ്ങനെയുള്ള കുറേ ആളുകളെ വിശ്വസിച്ച് ജോലിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ സ്ഥാപനം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിന് വരെ ഇങ്ങോട്ട് പിന്നോട്ട് പോകും. എത്ര ശ്രമിച്ചിട്ടും ഈ പൈസ പോകുന്നത് എവിടെയാണെന്ന് പാവം കണ്ടെത്തിയില്ല. എന്തായാലും ഒടുവിൽ കയ്യോടെ കണ്ടെത്തിയിരിക്കുന്നു. 24 ലക്ഷം രൂപയാണ് രണ്ടുപേരും കൂടി ചേർന്ന് തട്ടിയെടുത്തതെന്നാണ് പറയുന്നത്. എന്തു വേണമല്ലേ?